അഞ്ജിത്തുവിന്റെ ചേച്ചിന്റെ കല്യാണത്തിന് പോവേണ്ടിയിരുന്ന കുറച്ച് പേരുടെ കഥ അർജുനെ ലിങ്ക് ചെയ്ത് റീലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കി ഞങ്ങൾക്ക് എവിടെ പോയി എന്നുള്ളത് കഥ പറഞ്ഞുതരാം. ട്രെയിൻ മിസ്സായെന്ന വിഷമത്തിന്റെ ഡ്രൈവർ സ്റ്റേഷനിൽ നിന്നപ്പോഴാണ് ഒരു സൈഡില് ഈ രണ്ടുപേര് വരണതും ട്രെയിൻ കേറിപ്പോയവരുടെ ടിക്കറ്റ് കൈ വെച്ചോണ്ട് ഈ കണ്ണട വെച്ച മഹത് വ്യക്തി അന്നും വിട്ട് നിൽക്കുന്നതും കണ്ടത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോയി അടിച്ചു പൊളിക്കാന്നൊക്കെ പ്ലാൻ ചെയ്താ. അടുത്ത സ്റ്റേഷനിൽ വണ്ടി ഓടിച്ച് എത്തണം എന്ന് വിചാരിച്ചോളും ഞങ്ങൾ എത്തത്തില്ല. ഞങ്ങൾ എങ്ങനെയും എത്തിയിരിക്കും. പോയത് പോയി, പിന്നെ ഒരു കാർ ഒപ്പിച്ചിട്ട് അതിലായി ബാക്കി യാത്ര. വണ്ടിയിൽ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് മൊബൈൽ അങ്ങോട്ട് പാട്ടിട്ട് ഹെവി ബ്ലോക്ക് ഒക്കെ താണ്ടി ഞങ്ങൾ എയർപോർട്ട് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും വണ്ടി നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്നിട്ട് ഈ വണ്ടി 2 ദിവസം കഴിയാതെ ശരിയാക്കി കിട്ടില്ല എന്നും പറഞ്ഞു തൃപ്തിയായി. കല്യാണത്തിന് പോയി ഫുഡ് അടിക്കാലോ എന്ന് കരുതി രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ വന്ന യുവാക്കൾ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ വന്ന് ഇരുട്ടായി രാവിലെ വാങ്ങിയ 1 ലിറ്റർ വെള്ളം കുപ്പിന്റെ 5ാമത്തെ റീഫില്ലിംഗ് ആണിത്. കാറിൽ ഈസി ഒന്നും എന്നെ കൊണ്ട് പറ്റൂല, ട്രെയിനിൽ വന്നോളാന്ന് പറഞ്ഞാൽ പിറകെ മാലകി പോലെ വന്ന തമ്പാന്റെ സർഫിയുടെയും കൂടെ കാറിൽ തന്നെ കയറി. കല്യാണ സമയത്ത് എത്തേണ്ടിയിരുന്ന ഞങ്ങൾ അവസാന റിസപ്ഷനിലെ ലാസ്റ്റ് സെറ്റ് വിളമ്പാൻ നേരത്തെ എത്തിയത്. ഒരാൾക്ക് ഐസ്ക്രീം കിട്ടാത്തതിന്റെ വിഷമത്തിന് ബൈ ദ ബൈ, ഇതാണ് തൈര് മീഡിയയുടെ സ്വന്തം ജിത്തു. ഭയങ്കര സൽസ്വഭാവിയാണ്, നല്ലവനാണ്. കറക്റ്റ് സമയത്ത് ഫോൺ വിളിച്ച് എടുക്കുന്നതുകൊണ്ട് എല്ലാ പണികളും നടക്കാറുണ്ട്. ഭയങ്കര സ്കില്ലാണ്. കണ്ണെന്തിനും ഒപ്പിച്ചിട്ട് ഔട്ടിലവൻ നമ്മൾ സാറ്റിസ്ഫൈഡ്. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ദേ എടുത്തോണ്ട് പോയി. എറണാകുളത്തേക്ക് തിരിച്ച് ബസ്സിനും അത് കഴിഞ്ഞ് ഞങ്ങളുടെ വണ്ടികൾ ഇരിക്കുന്നിടത്തേക്ക് 2 കിലോമീറ്റർ നടന്നും ആ യാത്ര മനോഹരമായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി.